ഈ വീഡിയോയിൽ നമ്മൾ മെയിൻ പ്രൊജക്റ്റ് ടോപ്പിക്സിനെ പറ്റിയിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓൾറെഡി കഴിഞ്ഞ വർഷം ഏകദേശം ഈ ഒരു ടൈമിൽ ഞാൻ എൻ്റെ ഈ ഒരു ചാനലിൽ മെയിൻ പ്രൊജക്റ്റിനെ പറ്റിയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്നേരം വന്നിട്ടുള്ള കുറച്ച് ഫീഡ്ബാക്ക്സ് എന്താണെന്ന് വെച്ചാൽ, ഒന്നാമത്തെ കേസ് എളുപ്പമുള്ള ടോപ്പിക്സ് പറയാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ആ വീഡിയോയിൽ കവർ ചെയ്യാത്ത ടോപ്പിക്സ് ഡിസ്കസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ മെയിൻ പ്രൊജക്റ്റിൻ്റെ കേസിൽ 6th സെമ്മിൽ ഒട്ടുമിക്ക കേസുകളിലും എളുപ്പമുള്ള പ്രൊജക്ട്സ് ടീച്ചർമാർ അങ്ങനെ അപ്രൂവ് ചെയ്ത് തരാറില്ല. അതുകൊണ്ട് എക്സ്ട്രീംലി എളുപ്പമായിട്ടുള്ള ടോപ്പിക്സ് ഒന്നും തന്നെ എൻ്റെ കയ്യിലില്ല. എല്ലാം ഒരു മീഡിയം ഹെവി ലെവലിലായിട്ടുള്ള ടോപ്പിക്സ് ആയിരിക്കും കൂടുതൽ വരിക. പിന്നെ അതേപോലെ കണ്ടിട്ടുള്ളൊരു പാറ്റേൺ എന്താണെന്ന് വെച്ചാൽ, ടീച്ചേഴ്സ് ഒട്ടുമിക്കവരും ഈ ബേസിക്കായിട്ട് നമ്മൾ ചെയ്യുന്ന മാനേജ്മെൻറ്റ് സിസ്റ്റം വെബ് പ്രൊജക്ട്സ്, അതായത് ഇപ്പോൾ ഷോപ്പ് മാനേജ്മെൻറ്റ്, ഇ കോമേഴ്സ്, അങ്ങനത്തെ ബേസിക്കായിട്ടുള്ള പ്രൊജക്ട്സ് വരുമ്പോൾ ടീച്ചേഴ്സ് അത് നമുക്ക് അപ്രൂവ് ചെയ്ത് തരാറില്ല. അപ്പോൾ ഞാൻ പൊതുവെ കണ്ടിട്ടുള്ളൊരു ട്രെൻഡ് എന്ന് പറഞ്ഞാൽ, എല്ലാ കോളേജുകളിലും ഒരു മെഷീൻ ലേണിംഗ് പ്രൊജക്ട്സ് അല്ലെങ്കിൽ എ ഐ പ്രൊജക്റ്റ് എന്നും പറഞ്ഞിട്ടാണ് വരുന്നത്. ഇൻഫാക്റ്റ് നിങ്ങൾ BCയിൽ മെഷീൻ ലേണിങ്ങിനെ പറ്റി പഠിക്കുന്നില്ല, സ്റ്റിൽ ടീച്ചേഴ്സ് ഇപ്പോൾ എല്ലാവരും അതാണ് ഡിമാൻഡ് ചെയ്യുന്നത്. ഈ വീഡിയോയിൽ അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ചില ടോപ്പിക്സ് സ്റ്റാൻഡ് ലോണായിട്ട് മെഷീൻ ലേണിംഗ് പ്രൊജക്റ്റായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ചിലത് ഇപ്പോൾ ടീച്ചേഴ്സ് അപ്രൂവൽ തരാത്ത ടോപ്പിക്സിൻ്റെ കൂടെ നിങ്ങൾക്ക് AI ഒരു മൊഡ്യൂളിൽ ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് അപ്രൂവ് ചെയ്യിക്കാൻ പറ്റും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങളൊരു ബാങ്കിങ് മാനേജ്മെൻറ്റ് സിസ്റ്റമാണ് ഉണ്ടാക്കണമെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ കൂട്ടത്തിൽ ഇതിൻ്റെ അകത്ത് AI യൂസ് ചെയ്യേണ്ടെന്ന് വേണമെങ്കിൽ പറയാം. അതേപോലെ നിങ്ങളിപ്പോൾ ഒരു ബ്ലഡ് ഡൊണേഷൻ്റെ ആപ്പാണ് ഉണ്ടാക്കണമെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം, ഞങ്ങൾ റിയൽ ടൈം ലൊക്കേഷൻ ഫെച്ച് ചെയ്തിട്ടാണ് യൂസ് ചെയ്യണമെന്നുള്ള രീതിക്കൊക്കെ പറയാവുന്ന രീതിക്കാണ് ഞാൻ ഈ ഒരു വീഡിയോ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. സോ ഞാൻ ഇനി അധികം ലാഗ് അടിപ്പിക്കാതെ ടോപ്പിക്കിലേക്ക് ഡയറക്റ്റ് കയറുകയാണ്. ഫസ്റ്റ് വരുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ, സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ പ്രൈസ് പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ടോപ്പിക്ക് വരുന്നത്. ഇതെന്ന് പറഞ്ഞാൽ, നമുക്ക് യാഹു ഫിനാൻസിലൊക്കെ ഓൾറെഡി നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇതിന് മുന്നേ ഉണ്ടായിട്ടുള്ള പ്രൈസിൻ്റെ ലിസ്റ്റിങ് ഓരോ കമ്പനി സഹിതം നമുക്ക് കിട്ടും. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ഒരു മെഷീൻ ലേണിംഗ് മോഡൽ ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ ഇനി വരാൻ പോകുന്ന പ്രൈസ് ഏകദേശം എത്രയായിരിക്കും എന്നുള്ളത് ഒരു പ്രൊഡിക്ഷൻ നടത്താൻ പറ്റും. അതാണ് പ്രൊജക്റ്റിൻ്റെ ബേസിക്കായിട്ടുള്ള കാര്യം. ഇതിൻ്റെ ഒരു റിയൽ വേൾഡ് നമുക്ക് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ലൈക്ക് പ്രൊഡിക്ഷൻ്റെ പാർട്ടല്ല, അല്ലാതെ ഒരു ട്രഡീഷണൽ വേയിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഗ്രോ ആപ്പാണ്. ഗ്രോ ആപ്പിൻ്റെ അകത്ത് നമുക്ക് ഹിസ്റ്റോറിക്കൽ ഡാറ്റയൊക്കെ അവർ ഗ്രാഫ് പോലെയൊക്കെ റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു UX നിങ്ങൾക്ക് റെഫറൻസ് ആയിട്ട് എടുത്തിട്ട് വേണമെങ്കിൽ പ്രൊജക്റ്റ് ചെയ്യാം. അതിൻ്റെ കൂട്ടത്തിൽ ഈ ഒരു മെഷീൻ ലേണിങ്ങിൻ്റെ എലമെൻറ്റും കൂടെ ആഡ് ചെയ്യുകയാണെങ്കിൽ ഈ ടോപ്പിക്ക് നിങ്ങൾക്ക് ഒരു മെയിൻ പ്രൊജക്റ്റായിട്ട് എടുക്കാം. ഇത് അത്യാവശ്യം ഹെവിയാണ്, ബട്ട് സ്റ്റിൽ ഇത് കുറച്ചുകൂടെയും റിലവൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. ഇതിൻ്റെ ടെക് സ്റ്റാക്ക് എന്ന് പറയുമ്പോൾ, നമുക്ക് വേണമെങ്കിൽ വെബ് പ്രൊജക്റ്റാണ് ചെയ്യണമെങ്കിൽ ഒബ്വിയസ്ലി React.js പിക്ക് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. അതല്ല, നിങ്ങൾ മൊബൈൽ ആപ്പാണ് ഡെവലപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കണമെങ്കിൽ നിങ്ങൾക്ക് കോട്ട്ലിൻ ഉണ്ട്, ജാവ ഉണ്ട്, ഫ്ലട്ടർ, റിയാക്ട് നേറ്റീവ്, ഇങ്ങനെ പല ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ മൊബൈൽ ആപ്പ് ഡെവലപ്പ് ചെയ്യാനാണ് നിങ്ങൾ പ്ലാൻ ചെയ്യണമെങ്കിൽ ആദ്യം തന്നെ നിങ്ങളുടെ സിസ്റ്റത്തിൻ്റെ റിക്വയർമെൻറ്റ്സ് നിങ്ങൾ ഒന്ന് നോക്കണം. നിങ്ങൾക്ക് 8 GB റാമിന് താഴെയാണെങ്കിൽ ദൈവത്തെ ഓർത്ത് ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻസ് പ്രൊജക്റ്റായിട്ട് എടുക്കരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ, മിനിമം ഇപ്പോഴത്തെ ഒരു പ്രസൻറ്റ് സിനാരിയോയിൽ 16 GB റാമെങ്കിലും ഉള്ളവർക്ക് ഈ മൊബൈൽ ആപ്പ് ഡെവലപ്മെൻറ്റും കാര്യങ്ങളൊക്കെ പറ്റുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മളുടെ സിസ്റ്റത്തിൽ തന്നെ നമ്മൾ ബാക്ക് എൻഡും കൂടെ ചെയ്യുന്നുണ്ട്. പ്രൊജക്റ്റ് ഡെമോ ചെയ്യണ നേരത്ത് നമുക്ക് ഈ ഒരു മൊബൈൽ ആപ്പും കാണിക്കണം, ബാക്ക് എൻഡിലേക്ക് കോളും പോകണം. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ 8 GB റാം വരുമ്പോൾ നമുക്കത് സഫീഷ്യൻ്റായിട്ട് വരത്തില്ല. എനിക്ക് പേഴ്സണലി അങ്ങനെ എക്സ്പീരിയൻസുകളുണ്ട്. പലർക്കും ഇതേപോലെ പ്രൊജക്റ്റൊക്കെ ചെയ്ത് കൊടുത്ത് കഴിയുമ്പോൾ 8 GB റാമിൽ പോയിട്ട് ഇത് റൺ ചെയ്യാൻ നോക്കുമ്പോൾ അത് അനങ്ങത്തില്ല. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പോഴും പലർക്കും i3 പ്രോസസ്സർ പോലും ഇല്ലാത്ത ലാപ്സ് കയ്യിലുണ്ട്. അതായത് പെൻറ്റിയം, ഗോൾഡ്, സിൽവർ അങ്ങനെയുള്ള മോഡൽ പ്രോസസ്സേഴ്സുള്ള ലാപ്പുണ്ട്. അങ്ങനെയുള്ളവരും ഈ പറഞ്ഞ പോലെ മൊബൈൽ ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യാനുള്ള പ്രൊജക്ട്സ് കഴിവതും എടുക്കാതിരിക്കുക. പകരം വെബ് പ്രൊജക്റ്റ് എടുത്താൽ മതി. കാരണം അതൊക്കെ
നമ്മളുടെ ആൻഡ്രോയിഡ് സ്റ്റുഡിയോ എടുക്കുമ്പോൾ തന്നെ ലാഗ് ആവുന്ന പ്രോസസ്സേഴ്സാണ്. സോ അതൊന്ന് മൈൻഡിൽ കീപ്പ് ചെയ്യുക. പിന്നെ ബാക്ക് എൻഡ് വരുമ്പോൾ നിങ്ങൾക്ക് ഫാസ്റ്റ് API, ജാങ്കോ, ഫ്ലാസ്ക്, ഇനി അതല്ല പൈത്തൺ ബേസ്ഡ് ഫ്രെയിം വർക്ക്സ് പറ്റത്തില്ലെങ്കിൽ നിങ്ങൾക്ക് Node.js പോലുള്ള ജാവാസ്ക്രിപ്റ്റ് ഫ്രെയിം വർക്ക്സ് ബാക്ക് എൻഡായിട്ട് യൂസ് ചെയ്യാം. ഡാറ്റാബേസ് ഇതിൽ അങ്ങനെ അധികം ഇൻവോൾവ്മെൻറ്റ് വരുന്നില്ല. പിന്നെ ഇനിയിപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ലോഗിൻ കാര്യങ്ങളൊക്കെ വെക്കണമെന്നാണെങ്കിൽ നിങ്ങൾക്ക് MySQL അല്ലെങ്കിൽ PostgreSQL അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. രണ്ടും തമ്മിൽ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. പിന്നെ മെഷീൻ ലേണിംഗ് സംഭവങ്ങൾ പ്രഡിക്ഷൻ നടത്താനായിട്ട് നമുക്ക് ടെൻസർഫ്ലോ അല്ലെങ്കിൽ പൈടോർച്ച് അങ്ങനെയുള്ള കുറച്ച് പൈത്തൺ ലൈബ്രറീസ് അറിഞ്ഞിരിക്കണം. ഇതിൽ ടെൻസർഫ്ലോ ആയിരിക്കും കുറച്ചുകൂടി ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ട് വരുന്നത്. പൈടോർച്ച് ഇച്ചിരി അഡ്വാൻസ്ഡ് ആണ്. പിന്നെ വരുന്ന പ്രൊജക്റ്റ് എന്ന് പറഞ്ഞാൽ എംപ്ലോയിയുടെ പെർഫോമൻസും പിന്നെ പ്രൊമോഷൻ കാര്യങ്ങളൊക്കെ പ്രെഡിക്റ്റ് ചെയ്യാനുള്ളൊരു പ്രൊജക്റ്റാണ്. ഇതിപ്പോൾ നിങ്ങൾ HR മാനേജ്മെൻറ്റ് സിസ്റ്റം അതല്ലെങ്കിൽ എംപ്ലോയി മാനേജ്മെൻറ്റ് സിസ്റ്റം പ്രൊജക്ട്സ് നിങ്ങൾ PHPയിൽ ചെയ്തത് മെയിൻ പ്രൊജക്റ്റായിട്ട് ചെയ്യാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ അതിലൊരു സബ് മൊഡ്യൂൾ എന്ന രീതിക്ക് നിങ്ങൾക്കിത് യൂസ് ചെയ്യാം. ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ, ആ ഒരു പർട്ടിക്കുലർ എംപ്ലോയിയുടെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഹിസ്റ്റോറിക്കൽ ഡാറ്റ വെച്ചിട്ട് പ്രെഡിക്റ്റ് ചെയ്യുക, അത്രേ ഉള്ളൂ. ഇതിൻ്റെ ഡാറ്റ സെറ്റ് ഈ പറഞ്ഞ പോലെ ഓൺലൈനിൽ അവൈലബിൾ ആണ്. ഇങ്ങനത്തെ മെഷീൻ ലേണിംഗ് പ്രോജക്ട്സ് എപ്പോഴും ടീച്ചേഴ്സിന് നമ്മൾ കൊടുക്കുന്നതിന് മുന്നേ ഇങ്ങനത്തെ ഡാറ്റ സെറ്റും കാര്യങ്ങളൊക്കെ നെറ്റിൽ അവൈലബിൾ ആണോ, നമുക്ക് സ്യൂട്ടബിൾ ആണോ എന്നുള്ളതൊക്കെ നോക്കിയിട്ട് വേണം അപ്രൂവൽ കൊടുക്കാൻ. ബേസിക്കലി നമുക്ക് കാഗിളിൻ്റെ അകത്ത് ഇഷ്ടംപോലെ ഡാറ്റ സെറ്റ്സ് അവൈലബിൾ ആണ്. സോ അത് റെഫർ ചെയ്തിട്ട് വേണം ഇങ്ങനെയുള്ള ടോപ്പിക്സ് എടുക്കാൻ. ടെക് സ്റ്റാക്ക് ഏകദേശം സെയിം കാര്യങ്ങളൊക്കെ തന്നെയാണ് വരുന്നത്. പിന്നെ ഇത് വേണമെങ്കിൽ മൊബൈൽ ആപ്പായിട്ടും ചെയ്യണമെങ്കിൽ ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മളുടെ എംപ്ലോയി പെർഫോമൻസ് ആൻഡ് പ്രൊമോഷൻ പ്രെഡിക്റ്റ് ചെയ്യാനുള്ള പ്രൊജക്റ്റിൻ്റെ അകത്ത് ബേസിക്കായിട്ട് വരുന്നത്. പിന്നെ ഇതിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആ HR മാനേജ്മെൻറ്റ് സിസ്റ്റം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ HR-നൊരു ലോഗിൻ, ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡിന് ലോഗിൻ അങ്ങനെയൊക്കെ ആയിട്ട് സെപ്പറേറ്റ് വേണമെങ്കിൽ ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ കുറച്ചുകൂടിയും വലിപ്പമുള്ളൊരു പ്രൊജക്റ്റായിട്ട് കാണിക്കാനൊക്കെ പറ്റും. പിന്നെ വരുന്നൊരു പ്രൊജക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഇന്ത്യൻ റുപ്പിയുടെ വാല്യൂ നമ്മൾ ഡോളറായിട്ടൊക്കെ കമ്പയർ ചെയ്ത് നോക്കുമല്ലോ, ആ എക്സ്ചേഞ്ച് റേറ്റ്, അതിനെ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഒരു ഫോർകാസ്റ്റിംഗ് സിസ്റ്റം എന്നുള്ള രീതിക്കുള്ളൊരു പ്രൊജക്റ്റാണ് വരുന്നത്. ഇത് വേണമെങ്കിൽ നമുക്ക് INR-നെ വെച്ചിട്ട് US ഡോളർ അല്ലെങ്കിൽ പൗണ്ട് അങ്ങനെയുള്ള പല ടൈപ്പ് കറൻസി വെച്ചിട്ട് അതിൻ്റെ ആ എക്സ്ചേഞ്ച് റേറ്റ് എന്തോരം വരും എന്നുള്ളത് നമ്മുടെ ഹിസ്റ്റോറിക്കൽ ഡാറ്റ വെച്ചിട്ട് ഒരു മോഡലിനെ ട്രെയിൻ ചെയ്തിട്ട് അത് വെച്ചിട്ട് പ്രെഡിക്റ്റ് ചെയ്യാനുള്ളൊരു പരിപാടിയാണ്. ഇതും കുറച്ച് യൂണീക്കായിട്ടുള്ളൊരു ടോപ്പിക്കാണ്. അത് കഴിഞ്ഞ് വരുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ അട്രീഷൻ റേറ്റ് പ്രെഡിക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇതിൽ അട്രീഷൻ എന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല, നമ്മളിപ്പോൾ ഒരു എംപ്ലോയി കമ്പനിയിൽ നിന്ന് ജോലി വിട്ട് പോകുന്ന സിനാരിയോസ് വരാറുണ്ട്. ഒന്നില്ലെങ്കിൽ പേഴ്സണൽ കാരണം കൊണ്ട് പോവാം, അതല്ലെങ്കിൽ വർക്ക് ലോഡ് കൂടുതലാണ്, സ്ട്രെസ്സ് കൂടുതലാണ്, അല്ലെങ്കിൽ സാലറി പ്രോപ്പർ അല്ലെങ്കിലൊക്കെ അയാൾ ആ ജോലി വിട്ടിട്ട് പോവാം. അപ്പം അങ്ങനെ ആ ഒരു ജോലി രാജിവെച്ച് പോകാനുള്ള റേറ്റ് പ്രെഡിക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇത് വേണമെങ്കിൽ റേറ്റായിട്ട് പ്രെഡിക്റ്റ് ചെയ്യാം, അതല്ല എങ്കിൽ ഒരു യെസ് ഓർ നോ എന്നുള്ള രീതിക്ക് ഇയാൾ ജോലി വിട്ടു പോകില്ല എന്നുള്ള രീതിക്ക് വേണമെങ്കിലും പ്രെഡിക്റ്റ് ചെയ്യാം. ഇതും ഈ പറഞ്ഞ പോലെ HR മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ എംപ്ലോയി മാനേജ്മെൻറ്റ് സിസ്റ്റത്തിലൊക്കെ ഒരു സബ് മൊഡ്യൂളായിട്ടും വേണമെങ്കിൽ നമുക്ക് പ്രൊജക്റ്റിൽ ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റിയൊരു ടോപ്പിക്കാണ്. അടുത്ത ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഒരു ടെലികോം പ്രൊവൈഡറിൻ്റെ ബേസിസിൽ കസ്റ്റമർ നിൽക്കാനുള്ളതും അതല്ലെങ്കിൽ കസ്റ്റമർ ആ ഒരു കണക്ഷൻ കട്ട് ചെയ്ത് പോകാനുള്ളൊരു സാധ്യതയെ പറ്റിയിട്ട് പ്രെഡിക്റ്റ് ചെയ്യുക എന്നുള്ള ഒരു പ്രൊജക്റ്റാണ്. ഇത് നമുക്ക് സ്റ്റാൻഡ് ലോൺ പ്രൊജക്റ്റായിട്ട് ചെയ്യേണ്ടതായിരിക്കും കുറച്ചുകൂടി നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം നോർമൽ ട്രഡീഷണൽ പ്രൊജക്ട്സ് ഇതിൽ ഉണ്ടെന്ന് എനിക്ക് തോന്നണില്ല. അപ്പോൾ ഒരു പർട്ടിക്കുലർ കസ്റ്റമറിന് ആ ഒരു നെറ്റ്വർക്കിലുള്ള എക്സ്പീരിയൻസ്, അതേപോലെ സർവീസ് ക്വാളിറ്റി, ബില്ലിങ് അങ്ങനെയുള്ള കുറച്ച് പാരാമീറ്റേഴ്സ് ബേസ് ചെയ്തിട്ടാണ് നമുക്ക് ഒരാൾ ഈ ഒരു കണക്ഷൻ കട്ട് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുക. നോർമൽ കേസിൽ അങ്ങനെയാണല്ലോ. അപ്പോൾ നമ്മൾ ഈ ഒരു സംഭവങ്ങൾ ഈ പാരാമീറ്റേഴ്സൊക്കെ കൂടെ നമ്മളുടെ മോഡലിന് പ്രൊവൈഡ് ചെയ്താൽ
കസ്റ്റമർ റീറ്റെയിൻ ചെയ്യുമോ അതോ കസ്റ്റമർ ഈ ഒരു കണക്ഷൻ കട്ട് ചെയ്ത് പോവോ എന്നുള്ളത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റണം. അടുത്ത ടോപ്പിക് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു ഡിസീസസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് പ്രെഡിക്റ്റ് ചെയ്യാനുള്ളൊരു മെഷീൻ ലേണിംഗ് പ്രൊജക്റ്റാണ്. ഇതൊരു സ്റ്റാൻഡ് ലോൺ പ്രൊജക്റ്റായിട്ട് വേണമെങ്കിൽ ചെയ്യാം. അതല്ല ഇപ്പോൾ നിങ്ങളൊരു ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് സിസ്റ്റം പോലത്തെ പ്രൊജക്ട്സ് ആണ് ചെയ്യണമെങ്കിൽ അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് 1-2 ഡിസീസ് പ്രെഡിക്റ്റ് ചെയ്യുന്ന രീതിക്ക് പ്രൊജക്റ്റ് സെറ്റ് ചെയ്യാം. അതായത് ഇപ്പം നിങ്ങൾക്ക് ഡയബറ്റീസ് ഉണ്ടോയെന്ന് ടെസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രഡിക്ഷൻ നടത്തുന്ന ഒരു സബ് മൊഡ്യൂൾ വേണമെങ്കിൽ അതിൻ്റെ അകത്ത് കയറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് സിസ്റ്റം വിത്ത് AI കേപ്പബിലിറ്റി ഉള്ളൊരു സിസ്റ്റം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ടീച്ചറിൻ്റെ അടുത്ത് പ്രസൻറ്റ് ചെയ്യാനൊക്കെ പറ്റും. ഇതിലിപ്പോൾ ഡയബറ്റീസിനെ പറ്റിയിട്ട് പ്രഡിക്ഷൻ നടത്തുകയാണെങ്കിൽ ഏജ്, ജെൻഡർ, പിന്നെ അതേപോലെ വേറെ എന്തെങ്കിലും റിസൾട്ട് ബേസിസിലൊക്കെ നമുക്ക് ലാബിലൊക്കെ ടെസ്റ്റ് നടത്തുമല്ലോ. അതായത് HB, വൈറ്റ് സെൽസ് അങ്ങനെയുള്ള ഇതിൻ്റെയൊക്കെ കൗണ്ടൊക്കെ വെച്ചിട്ട് ഒരു മെഷീൻ ലേണിംഗ് മോഡൽ നമ്മൾ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ ഈ ടെസ്റ്റ് റിസൾട്ട് ബേസിസിൽ നമുക്ക് ഡയബറ്റീസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. അത് അപ്പോൾ അങ്ങനെ ഒരു മെഷീൻ ലേണിംഗ് പ്രൊജക്റ്റ് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ വരുന്നത് ഹാർട്ട് ഡിസീസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു റിസ്ക് കാൽക്കുലേറ്ററാണ്. ഒന്നെങ്കിൽ റിസ്ക് കാൽക്കുലേറ്ററായിട്ട് സെറ്റ് ചെയ്യാം, അതല്ല എങ്കിൽ ഒരു യെസ് ഓർ നോ, ഇയാൾക്ക് അസുഖം വരും ഇല്ല എന്നുള്ള ആ ഒരു യെസ് ഓർ നോ രീതിക്കും പ്രഡിക്ഷൻ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഇതും ഈ പറഞ്ഞ പോലെ ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റിൻ്റെ ആ ഒരു മെയിൻ പ്രൊജക്റ്റിൻ്റെ ഒരു സബ് മൊഡ്യൂളായിട്ട് വേണമെങ്കിലും സെറ്റ് ചെയ്യാം. ഇത് സ്റ്റാൻഡ് ലോണായിട്ട് എന്തായാലും ചെയ്യാൻ പറ്റത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ പ്രൊജക്റ്റ് ഭയങ്കര ചെറിയൊരു പ്രൊജക്റ്റായി പോവും. സോ ബെറ്റർ ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് സിസ്റ്റത്തിൻ്റെ ഒപ്പം സൈഡ് ലോണായിട്ട് ഒന്ന് കീപ്പ് ചെയ്യേണ്ടതായിരിക്കും നല്ലത്. പിന്നെ വരുന്ന ഒരു ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഓൺലൈൻ ട്രാൻസാക്ഷനിലുള്ള ഫ്രോഡ് ഡിറ്റക്ഷനാണ്. ഇതിപ്പോൾ നിങ്ങൾ ഓൺലൈൻ ബാങ്കിങ് സിസ്റ്റം പോലത്തെ എന്തെങ്കിലും പ്രൊജക്റ്റാണ് ചെയ്യണമെങ്കിൽ അതിൻ്റെ സൈഡിൽ കീപ്പ് ചെയ്യാം. പിന്നെ അതേപോലെ ഇൻഡിവിജ്വലായിട്ട് ഈ ഒരു പ്രൊജക്റ്റ് എടുക്കാതിരിക്കേണ്ടതാണ് നല്ലത്. കാരണം പ്രത്യേകിച്ചൊന്നും ചെയ്യാനുണ്ടാവാത്ത ഒരു സിറ്റുവേഷൻ വരാൻ ചാൻസ് ഉണ്ട്. സോ ബാങ്കിങ് ബേസ് ചെയ്തിട്ടുള്ള പ്രൊജക്റ്റ് പിക്ക് ചെയ്യുകയാണെങ്കിൽ സൈഡിൽ ഈ ഓൺലൈൻ ട്രാൻസാക്ഷൻ്റെ ഫ്രോഡ് ഡിറ്റക്ഷൻ പ്ലേസ് ചെയ്യുക. കാരണം അതൊരു കുറച്ച് റിലവൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. കാരണം ഇപ്പോൾ വെർച്വൽ അറസ്റ്റൊക്കെ നടക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ കേസിൽ അവർ ഓൺലൈൻ ട്രാൻസാക്ഷനാണ് കൂടുതലും ചെയ്യേണ്ടത്. അപ്പോൾ റിയൽ വേൾഡ് സിനാരിയോയിൽ ഇപ്പം നടക്കുന്ന ടോപ്പിക് എന്നുള്ള രീതിക്ക് കുറച്ചുകൂടിയും അട്രാക്ഷൻ കിട്ടാനുള്ള ഒരു ടോപ്പിക്കായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. പിന്നെ വരുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഒരു NLP പ്രൊജക്റ്റാണ്. NLP എന്ന് പറഞ്ഞാൽ നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ് എന്നാണ് അതിന് ഫുൾ ഫോമിൽ പറയുന്നത്. ഒരു മെഷീൻ ലേണിങ്ങിലെ സബ് ഡൊമൈനാണ്. ഇതെന്ന് പറഞ്ഞാൽ നമ്മളുടെ ടെക്സ്റ്റ് ഡാറ്റയൊക്കെ പ്രോസസ്സ് ചെയ്തിട്ട് നമുക്ക് അതനുസരിച്ചിട്ട് ഡിസൈർഡ് ആയിട്ടുള്ള റിസൾട്ട് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൂടുതലും യൂസ് ചെയ്യുന്നത്. ഈ NLP എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ChatGPTയുടെ ഒക്കെ ഒരു ബേസായിട്ട് വേണമെങ്കിൽ പറയാം. ChatGPTയിലൊക്കെ നമ്മൾ ഒരു ടെക്സ്റ്റലായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ഇൻസേർട്ട് ചെയ്യുമ്പോൾ അതിനനുസരിച്ചിട്ടൊരു റെസ്പോൺസ് വരുന്നുണ്ടല്ലോ. അതിൻ്റെയൊക്കെ ഒരു ബേസിക് ഫോം എന്ന് പറഞ്ഞാൽ NLP ആണ്. പ്രൊജക്റ്റിലേക്ക് വരുവാണെങ്കിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല. നമ്മളിപ്പോൾ ഓൺലൈനിൽ ഒരുപാട് റിവ്യൂസും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. സിനിമേനെ പറ്റി കാണുന്നുണ്ട്, പ്രൊഡക്ട്സിനെ പറ്റി കാണുന്നുണ്ട്, അങ്ങനെ പലതും കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു റിവ്യൂവിൻ്റെ സെൻറ്റിമെൻ്റൽ അനാലിസിസ് വേണമെങ്കിൽ ജനറേറ്റ് ചെയ്യാം എന്നുള്ള രീതിക്കാണ് ഈ ഒരു പ്രൊജക്റ്റ് വരുന്നത്. അതായത് റിവ്യൂസൊക്കെ ഇങ്ങോട്ട് നോക്കിയിട്ട് ഇത് നല്ലതാണോ ചീത്തയാണോ എന്നുള്ളത് ഒരു ഓവർവ്യൂ പോലെ പറയാനൊക്കെ പറ്റും. കൂടുതലും ഇത് യൂസ്ഫുൾ ആവുന്ന ഏരിയ എന്ന് പറഞ്ഞാൽ അഫ്കോഴ്സ് അത് പ്രൊഡക്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള റിവ്യൂസ് വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ആ ഒരു പ്രൊഡക്റ്റ് നല്ലതാണോ അല്ലയോ, അതും അല്ലെങ്കിൽ പ്രൊഡക്റ്റിൻ്റെ അകത്ത് എന്തെങ്കിലും ഡിസഡ്വാൻറ്റേജസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് പിക്കപ്പ് ചെയ്യാനുള്ള പ്രൊജക്റ്റ് എന്നുള്ള രീതിക്ക് നമുക്ക് ഇതിനെ വേണമെങ്കിൽ വയ്ക്കാം. പിന്നെ വേണമെങ്കിൽ കോമേഴ്സ് വെബ്സൈറ്റിൻ്റെ കൂടെ ചേർക്കാം, പക്ഷെ അത് ഒരുപാട് ഹെവി ആയി പോവും. അതുകൊണ്ട് ഞാനത് അത്രയ്ക്കും റെക്കമെൻഡ് ചെയ്യണില്ല. ഇതൊരു സ്റ്റാൻഡ് ലോൺ പ്രൊജക്റ്റായിട്ട് വെക്കേണ്ടതായിരിക്കും കുറച്ചുകൂടി നല്ലത്. അടുത്ത പ്രൊജക്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ഫേക്ക് ന്യൂസ് ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റുന്ന മെഷീൻ ലേണിംഗ് മോഡൽ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഇതിപ്പോൾ നിങ്ങൾ ഒരു ന്യൂസ് ആപ്പ് അല്ലെങ്കിൽ ന്യൂസ് ബേസ് ചെയ്തിട്ട് എന്തെങ്കിലും ഒരു പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ സൈഡായിട്ട് കീപ്പ് ചെയ്യാൻ പറ്റിയൊരു നല്ലൊരു പ്രൊജക്റ്റാണ്. അതുപോലെ തന്നെ ഇത് സ്റ്റാൻഡ് ലോണായിട്ടും നമുക്ക് ഈ ഒരു പ്രഡിക്ഷൻ മാത്രമായിട്ട് വേണമെങ്കിലും പ്രൊജക്റ്റ് ഡെവലപ്പ് ചെയ്യാം.
ഇതൊക്കെ ഈസി ആയിട്ട് അപ്രൂവൽ കിട്ടുന്നതാണ്. പിന്നെ അതേപോലെ ഇത് കുറേ പേര് പണ്ടും ചെയ്തിട്ടുള്ളൊരു ടോപ്പിക്കാണ്. അപ്പോൾ അങ്ങനൊരു പ്രത്യേകത ഈ ഒരു ടോപ്പിക്കിനുണ്ട്. ബേസിക്കായിട്ട് ഇതിൽ ചെയ്യാൻ പറ്റിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ ഇപ്പോൾ ഒരു ന്യൂസ് പോർട്ടലാണ് നിങ്ങളുടെ പ്രൊജക്റ്റെങ്കിൽ, നിങ്ങളുടെ അകത്ത് ന്യൂസ് പോസ്റ്റ് ചെയ്യുന്നവർ ആ ന്യൂസ് പബ്ലിക്കിന് റിലീസ് ചെയ്യണയ്ക്ക് മുന്നേ ഈ ഒരു മെഷീൻ ലേണിംഗ് മോഡൽ ഇട്ടിട്ട് അത് ഫേക്കാണോ അല്ലയോ എന്നുള്ളത് നിങ്ങൾക്ക് റിവ്യൂ ചെയ്യാൻ പറ്റുന്ന രീതിക്ക് ചെയ്യാം. അതല്ല എങ്കിൽ ഇപ്പോൾ കസ്റ്റമേഴ്സിന്, അതായത് നിങ്ങളുടെ യൂസേഴ്സിന് ഏതെങ്കിലും ഒരു ന്യൂസിൻ്റെ ലിങ്ക് പേസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ആ ന്യൂസ് ഫേക്കാണോ അല്ലയോ എന്നുള്ളത് ഡിറ്റക്റ്റ് ചെയ്യാനുള്ള രീതിക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ പ്രൊജക്റ്റിനെ 2 രീതിക്ക് ചെയ്തെടുക്കാനും പറ്റും. ഫൈനലായിട്ട് വരുന്ന പ്രൊജക്റ്റിനെ പറ്റിയിട്ട് നമ്മൾ വീഡിയോയുടെ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞതായിരുന്നു. ഇത് നമ്മൾ ഫുഡ് ഡൊണേഷൻ പ്ലാറ്റ്ഫോമിനെ പറ്റിയിട്ടാണ് പറയണമെങ്കിലും, ഇപ്പോൾ ഏതെങ്കിലും ഡൊണേഷൻ്റെ പ്രൊജക്റ്റ് ആണെങ്കിലും ഇത് ആപ്ലിക്കബിൾ ആണ്. അതായത് നമുക്ക് ഡോണേഴ്സിനെ ലൊക്കേഷൻ ബേസ് ചെയ്തിട്ട് ഡൊണേഷൻസും കാര്യങ്ങളൊക്കെ മാച്ച് ചെയ്യാനൊക്കെ പറ്റും. പിന്നെ അതേപോലെ NGOസിന് ഡയറക്റ്റ് ഫീഡ്ബാക്ക് കൊടുക്കാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വരുന്നത്. ഇതിൽ ലൊക്കേഷൻ ബേസ് ചെയ്തിട്ട്, അതായത് നിങ്ങളിപ്പോൾ ആൻഡ്രോയിഡ് പ്രൊജക്റ്റ് ആയിട്ടാണ് ഇത് കൂടുതലും പ്രസൻറ്റ് ചെയ്യാൻ പറ്റുക. കാരണം വെബ് പ്രൊജക്റ്റ് ഇത് ഒരുപാട് ഓടിയ ഒരു ടോപ്പിക്കാണ്. ആൻഡ്രോയിഡ് പ്രൊജക്റ്റിൻ്റെ അകത്ത് നമുക്ക് ഒരു പർട്ടിക്കുലർ ജിയോ ലൊക്കേഷൻ, നമ്മൾ നിൽക്കുന്ന സ്ഥലം ഏതാണെന്നുള്ളത് അഡ്രസ്സ് സഹിതം നമുക്ക് കിട്ടും, പ്രോഗ്രാമിൽ തന്നെ കിട്ടും. അത് വെച്ചിട്ടാണ് ഈ ഒരു മാച്ചിങ് നടത്തുന്നത്. ഇത് ചെയ്യുകയാണെങ്കിൽ ആ ഒരു ലൊക്കേഷൻ്റെ പാർട്ട് മാത്രമാണ് കോംപ്ലിക്കേഷൻ. ബാക്കിയുള്ളതൊക്കെ നമ്മൾ സാധാരണ പ്രൊജക്റ്റ് ചെയ്തിരുന്ന ആ ഒരു ഐഡിയോളജി തന്നെയാണ് കൂടുതലും വരിക. പിന്നെ ആകെപ്പാടൊരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ മൊബൈൽ ആപ്ലിക്കേഷനിലാണ് ഈ ഒരു ടോപ്പിക്ക് കൂടുതലും അപ്രൂവൽ കിട്ടാൻ ചാൻസ്. സോ ഇത്രയാണ് എനിക്ക് എൻ്റെ മൈൻഡിൽ വന്നിട്ടുള്ള പ്രൊജക്റ്റ് ടോപ്പിക്സ്. എനിക്ക് ടോപ്പിക്സ് ആയിട്ട് ഇതിൽ കൂടുതലും സജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ എന്തെടുത്താലും ഒരു ടൈം കഴിയുമ്പോൾ അത് ഔട്ട്ഡേറ്റഡ് ആയി പോവും. പിന്നെ അതേപോലെ തരുന്ന എല്ലാ ടോപ്പിക്സും ടീച്ചർമാർ അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. ഇപ്പം ഞാൻ പറഞ്ഞത് വെച്ചിട്ട് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഐഡിയാസ് കിട്ടുവാണെങ്കിൽ ഗോ ഫോർ ഇറ്റ്, അതേ ഞാനും പറയത്തുള്ളൂ. എനിക്ക് തോന്നുന്നത് ഇതുവരെയായിട്ട് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള പ്രൊജക്ട്സ് ഒരു 90% പ്രൊജക്ട്സും ആരും തന്നെ അങ്ങനെ ചെയ്യാത്ത പ്രൊജക്റ്റായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ അതേപോലെ ടീച്ചേഴ്സിൻ്റെ അപ്രൂവൽ വാങ്ങിക്കുന്നതിന് മുന്നേ നിങ്ങളിപ്പോൾ പ്രൊജക്ട് സെൻറ്ററിലാണ് പോയി ചെയ്യണമെങ്കിൽ അവരുടെ അടുത്ത് ഇത് പറയുക, ഇത് അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് എൻഷുർ ചെയ്യുക. അതുപോലെ നിങ്ങൾ തന്നെയാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ നല്ലപോലെ പണിയെടുക്കേണ്ടി വരും. ലൈക്ക് നിങ്ങൾക്ക് ആപ്പാണ് ഉണ്ടാക്കണമെങ്കിൽ ആപ്പ് ഡെവലപ്മെൻറ്റ് കാര്യങ്ങൾ പഠിക്കണം, പിന്നെ ബാക്ക് എൻഡ് പഠിക്കണം, അതിൻ്റെ കൂട്ടത്തിൽ മെഷീൻ ലേണിങ്ങും പഠിക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതും കൂടെ മൈൻഡിൽ വെച്ചിട്ട് വേണം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പോയിട്ട് കമ്മിറ്റ് ചെയ്യാൻ.